ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം. സൈന്യവും NDRFും പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. ശക്തമായ മഴവെള്ളപ്പാച്ചിലും കനത്ത മഴയും ദൗത്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വയനാട്ടിലെ വൻ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മുണ്ടക്കൈ, ചൂരമല പ്രദേശങ്ങളിൽ 2 തവണയാണ് ഉരുൾപൊട്ടിയത്. 150ഓളം വീടുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. പല വീടുകളിലും മണ്ണിടിഞ്ഞ നിലയിലാണ്. വടം കെട്ടിയാണ് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നത്. നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിട്ടു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 260 അംഗ സംഘം മുണ്ടക്കൈയിലേക്ക് എത്തി. കൂടാതെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്നുള്ള കേണൽ വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ 40 അംഗ സംഘവും ദുരന്തമുഖത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം 200 അംഗങ്ങൾ ഉൾപ്പെട്ട സേനാ സംഘവും കണ്ണൂർ മിലിറ്ററി ആർമിയിലെ മെഡിക്കൽ സംഘവും എത്തിയിട്ടുണ്ട്. ഏഴിമലയിൽ നിന്നും നാവികസേനയുടെ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വൈത്തിരി താലൂക്ക് വെള്ളരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ മഴവെള്ളപ്പാച്ചിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം കനത്ത മഴയും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. ACV ന്യൂസ്, കോഴിക്കോട്.